നമുക്കിന്ന് വേരിയബിൾസിനെ കുറിച്ചും ഡേറ്റ ടൈപ്സിനെ കുറിച്ചും പഠിക്കാം. എന്താണ് വേരിയബിൾ? സ്കൂളിൽ എല്ലാവരും വേരിയബിൾസ് പഠിച്ചിട്ടുണ്ട്. മലയാളം മീഡിയം സ്കൂളിലാണെങ്കിൽ ചരങ്ങൾ എന്നാണ് അതിന് പറയുക. വേരിയബിൾ എന്നതിൻ്റെ അർത്ഥത്തിൽ തന്നെ ഉണ്ട്, അത് വേരി ചെയ്യുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് a = 10, b = 11, c = a + b എങ്കിൽ c എത്ര എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? സ്വാഭാവികമായിട്ടും എയും ബിയും കൂടെ കൂട്ടി എയുടെ ഉള്ളിലുള്ള വാല്യൂയും ബിയുടെ ഉള്ളിലുള്ള വാല്യൂയും കൂടെ കൂട്ടിയിട്ട് സിയിൽ എഴുതും. അപ്പോൾ 21 എന്ന് കിട്ടും. ഇതാണ് ചരങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് ചരങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ എയിലേക്ക് ആദ്യം 10നെ സ്റ്റോർ ചെയ്തു, പിന്നെ ബിയിലേക്ക് 11നെ സ്റ്റോർ ചെയ്തു, എന്നിട്ട് സിയിലേക്ക് വന്നപ്പോൾ എയും ബിയും കൂടെ കൂട്ടി സിയിൽ എഴുതി. അപ്പോൾ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് വേർഡിലേക്ക് വാല്യൂസിനെ, ഇപ്പോൾ ഇവിടെ നമ്മൾ അക്കങ്ങളാണ് സ്റ്റോർ ചെയ്തത് 1 2 3, നമുക്ക് പേരുകളും ഇതുപോലെ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ എയിൽ അമൽ, ബിയിൽ ജ്യോതി എന്ന് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് a + b എന്നെഴുതിയാൽ അമൽ ജ്യോതി എന്നുള്ള കൂട്ടിച്ചേർത്തുള്ള വാക്ക് വരാം എന്നുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു പർട്ടിക്കുലർ വേർഡിലേക്ക് നമ്മൾ സ്റ്റോർ ഡേറ്റ, ഇപ്പം അക്കങ്ങളായാലും ഈ പേരുകളായാലും ഒക്കെ ഓരോ ഡേറ്റകളാണല്ലോ, ഓരോ ഡേറ്റ ആണ്. ആ ഡേറ്റകളെ നമ്മളൊരു പർട്ടിക്കുലർ പേരിലേക്ക്, ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് വേരിയബിൾ എന്നുള്ളത് അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. ഇനി അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഡേറ്റ ടൈപ്സ് ആണ്. എന്താണ് ഡേറ്റ ടൈപ്സ്? നമ്മൾ നേരത്തെ വേരിയബിളിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു വേരിയബിൾ എന്ത് തരം ഡേറ്റയാണ് എന്ന് നിർണ്ണയിക്കുന്നതിനാണ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്വീകരിച്ച ഡേറ്റ ഒരു വേർഡാണെന്നിരിക്കേണ്ട. ഉദാഹരണത്തിന് ഒരാളുടെ പേര്, അതായത് അമൽ എന്നുള്ളൊരു പേരാണ് എന്നുള്ള വേരിയബിളിലേക്ക് സ്വീകരിച്ചത്. ബി എന്നുള്ള വേരിയബിളിലേക്ക് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏജ് ആണെന്ന് വെച്ചോ, ഒരു 25. അപ്പോൾ എയിലേക്കൊരു വേർഡും ബിയിലേക്കൊരു നമ്പറുമാണ് കയറിയത്. അപ്പോൾ എയിലേക്ക് കയറുന്നത് ഒരു വേർഡാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട്, അതായത് എയിലെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റാണ്. ടെക്സ്റ്റിന് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു പേരാണ് സ്ട്രിങ് എന്ന്. ടെക്സ്റ്റിനെ സ്ട്രിങ് എന്ന് ഉപയോഗിക്കും. നമ്പറിനെ ഇൻറ്റിജർ എന്ന് ഉപയോഗിക്കും. ഇൻറ്റിജറിൻ്റെ ചുരുക്കപ്പേരായ ഇൻറ്റ് ഉപയോഗിക്കും. അതായത് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഒരു വേരിയബിളിലേക്ക്, നമ്മുടെ ജാവ പ്രോഗ്രാമിങ്ങിൽ ഒരു വേരിയബിളിലേക്ക് ഡേറ്റ അസൈൻ ചെയ്യുമ്പോൾ, അസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ a = അമൽ എന്ന് ചെയ്തല്ലോ, അതിനാണ് അസൈൻ ചെയ്യുന്നത്. ഈക്വൽ അസൈൻ ചെയ്തു. അങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ ആ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ നിർണ്ണയിച്ച് കൊടുക്കണം. അതായത് നമ്മൾ എഴുതി കൊടുക്കണം അതിൻ്റെ ഫ്രണ്ടിൽ. അതായത് ഇവിടെ ടെക്സ്റ്റ് ആയതുകൊണ്ട് അവിടെ സ്ട്രിങ് ആണ്. സ്ട്രിങ് a = അമൽ, അതാണ് അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ്. അപ്പോൾ ഈ ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്. എ എന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്, അഥവാ ടെക്സ്റ്റ് ആണ്. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് എന്ത് തരം ഡേറ്റയാണ് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ബി എന്ന് പറയുന്നത് ഏജ് ആണ്, അതായത് നമ്പറാണ്. നമ്പറാകുമ്പോൾ അത് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ഇൻറ്റിജർ എന്നാണ് പറയുന്നത്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, പൂർണ്ണസംഖ്യ. അപ്പോൾ നമ്മൾ നമ്പർ എന്ന് പറയാതെ ഇൻറ്റിജറിൻ്റെ ഇൻറ്റ് ഇട്ട് ഉപയോഗിക്കും, int. അപ്പോൾ ഇൻറ്റ് b = 25, അതാണ് അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ബി എന്നുള്ള വേരിയബിൾ ഇൻറ്റിജർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഡേറ്റ ടൈപ്സ് സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ സ്ട്രിങ് ഉണ്ട്, ഇൻറ്റിജർ ഉണ്ട്, പിന്നെ പോയിൻ്റ് വരുന്ന സംഖ്യകൾക്ക് ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ഡബിൾ. ഫ്ലോട്ടും ഉപയോഗിക്കും. പിന്നെ വലിയ സംഖ്യകൾക്ക് ലോങ് എന്ന് പറഞ്ഞൊരു ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കും. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, ഓരോ ക്യാരക്ടേഴ്സിന്, ഇപ്പോൾ നമ്മൾ അമൽ എന്ന് പറയുന്നത് ഒരു ഫുൾ വേർഡാണ്. ഒരു ക്യാരക്ടറായിട്ട് മാത്രം ഉപയോഗിക്കുമ്പോൾ CHAR, ചാർ അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ കാർ,
എന്നുള്ളൊരു ഡേറ്റ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻറ്റ്, സ്ട്രിങ്, ഡബിള്, ഫ്ലോട്ട്, ചാർ ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ ഡേറ്റ ടൈപ്സ്. ഇവയെ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് എന്ന് പറയും. ഏറ്റവും അടിസ്ഥാനപരമായ ഡേറ്റ ടൈപ്സാണിത്. ഇനി ഇത് IDEയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻറ്റ് എ ഈക്വൽ ടു 10. എ എന്ന വേരിയബിളിലേക്ക് 10 എന്നുള്ള ഒരു നമ്പർ സ്വീകരിച്ചു. ബി എന്ന വേരിയബിളിലേക്ക് 11 എന്നുള്ള നമ്പർ സ്വീകരിച്ചു. എന്നിട്ട് സിയിൽ എയും ബിയും കൂടെ കൂട്ടുകയാണ്. A+B സി ഈക്വൽ ടു A+B. എസ് ഔട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ പോകണം. നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിയെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണണം. ഓക്കെ, അതിനകത്ത് നമ്മൾ സി മാത്രം ഇട്ട് കൊടുക്കുകയാണ്. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റിസൾട്ട് വന്നിട്ടുണ്ട് 21 ആണ്. ഇനി നമുക്ക് സ്ട്രിങ് ഉപയോഗിച്ച് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. 2 സ്ട്രിങ്ങുകൾ. സ്ട്രിങ് എ ഈക്വൽ ടു ഇൻവെർട്ടർ കോമയിൽ അമൽ. ഇപ്പോൾ സ്ട്രിങ് എഴുതുമ്പോൾ ഇൻവെർട്ടർ കോമയുടെ ഉള്ളിൽ വേണം എഴുതാൻ. നമ്പറിന് അതിൻ്റെ ആവശ്യമില്ല. സ്ട്രിങ് ബി ഈക്വൽ ടു ഇൻവെർട്ടർ കോമയിൽ ജ്യോതി. ഓക്കെ, അവസാനം ഒരു സെമി കോളൻ ഇടണം. അത് ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ്. അതിനുശേഷം നമുക്ക് സ്ട്രിങ് സിയിൽ എയും ബിയും കൂടെ കൂട്ടി യോജിപ്പിക്കാം. A+B. അപ്പോൾ എന്താണ് സ്ട്രിങ് സിയിൽ എന്താണ് പ്രിൻ്റ് ചെയ്ത് തരുന്നത് നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സിയിൽ വന്നിട്ടുണ്ട്. അമൽ ജ്യോതിന്ന് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്.